ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ വീഡിയോയിൽ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ പുറത്ത് റിവ്യൂസ് നല്ല കാണിക്കണേ. ഇത് സ്വിഫ്റ്റിൻ്റെ പുതിയ മോഡൽ VXi ഓട്ടോമാറ്റിക് മോഡൽസാണ്. സോ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ പറയണമെന്നുള്ള. സോ ഔട്ട്ലൈൻ പുറത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നെറ്റിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. ജസ്റ്റ് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ പെട്ടെന്ന് നിങ്ങൾ ലാഗ് അടിപ്പിക്കുന്നില്ല. ഇത് പുതിയ മോഡലാണ്. സ്വിഫ്റ്റിൻ്റെ VXi AMT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മോഡലാണ്. സോ വീഡിയോയിലേക്ക് ജമ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിഫ്റ്റിൻ്റെ ഉള്ളിലത്തെ ഇൻറ്റീരിയർ ലുക്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ജെൻ 3 കണ്ട പോലത്തെയുള്ള സെയിം സ്റ്റിയറിംഗ് പാഡ് തന്നെയാണ്. സ്റ്റിയറിംഗ് തന്നെയാണ് വന്നേക്കുന്നത്. ഒരു വ്യത്യാസമൊന്നുമില്ല. ഇതിൽ കുറച്ച് കൺട്രോൾസ് ഉണ്ട്. വോളിയം അപ്പ് ഉണ്ടാവണം, മ്യൂസിക് കൺട്രോൾസ് ആൻഡ് ഓൾസോ കോൾ കൺട്രോൾസും എല്ലാം വരുന്നൊരു സ്റ്റിയറിംഗ് ആണ്. ഓൾസോ ഈ സ്റ്റിയറിംഗ് എനിക്ക് ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഇത് രസമുണ്ട് കാണാൻ. കാരണം ഈ സ്റ്റിയറിംഗ് തന്നെയാണ് പഴയ പ്രീവിയസ് സ്വിഫ്റ്റിലും ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ഓട്ടോമാറ്റിക് AMT വണ്ടിയാണ്. സോ അത് ഞാൻ പറഞ്ഞുതരാം. ഓൾറെഡി ഇതിൽ നമുക്ക് ഇരിക്കുന്ന മോഡുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, പിന്നെ നമുക്ക് വണ്ടി വേണമെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷൻ പോലെ നമുക്ക് യൂസ് ചെയ്യാം. സോ ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ന്യൂട്രലാണ്. ഇത് വേണമെങ്കിൽ റിവേഴ്സ് ഇടാം. റിവേഴ്സ് ആണെങ്കിൽ റിവേഴ്സിൽ വണ്ടി പോകണമല്ല ഓൾറെഡി തന്നെ. പിന്നുള്ളത് ഡ്രൈവ് മോഡാണ്. ഡ്രൈവ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ്ലി നമുക്ക് ഇതിലിപ്പോൾ ക്ലച്ചില്ല, ആക്സിലേറ്റർ ബ്രേക്ക് മാത്രമേ ഉള്ളൂ. ആക്സിലേറ്റർ ഓടി കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകുന്ന രീതിക്കാണ് നിൽക്കുന്നത്. ഇനി ഓൾറെഡി നമുക്ക് ഇത് താഴേക്ക് ഈ ഒരു ഡ്രൈവിൽ തന്നെ ഈ ഒരു പോർഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഓട്ടോമാറ്റിക്കലി നിന്ന് നമുക്ക് മാനുവലിലേക്ക് ആവും. ലൈക്ക് ഡൗൺ അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും വരും. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഇവിടെ വരുമ്പോൾ ഫോർത്ത്, തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ്. നമുക്കങ്ങനെ ലൈക്ക് പാഡൽ ഷിഫ്റ്റ് പോലെ തന്നെ, പാഡൽ ഷിഫ്റ്റ് അല്ല കേട്ടോ, അതേപോലെ തന്നെ നമുക്ക് ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒന്ന് മാനുവലി കൺവേർട്ട് ചെയ്യാം. പിന്നെ വണ്ടിയുടെ എൻജിൻ കിൽ സ്വിച്ച് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത് പുഷ് ബട്ടനാണ്. ഓൾസോ നമുക്ക് കാണാം ഈ പുഷ് ബട്ടനാണ് നമുക്ക് നിൽക്കുന്നത്. വണ്ടി ഓൺ ആവലും ഓഫ് ആവലും. ജസ്റ്റ് ഞാൻ സാമ്പിൾ കാണിച്ചു തരാം. സ്വിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മളിത് പുഷ് ചെയ്യാൻ. സോ വണ്ടി ഇപ്പോൾ കറൻ്റ് റണ്ണിങ് ആണ്. വളരെ സിമ്പിൾ ഫീച്ചറാണ്. ബ്രേക്ക് അപ്ലൈ ചെയ്യുക, ന്യൂട്രലാണ് വണ്ടി കിടക്കുന്നത്. ജസ്റ്റ് പുഷ് ചെയ്താൽ തന്നെ വണ്ടി ഓൺ ആവും. സോ ഒരു മീറ്റർ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് അതിൻ്റെ മീറ്റർ സെറ്റപ്പ് എന്ന് വരുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ മീറ്ററിൻ്റെ ഈ ഒരു പോർഷൻ ബട്ടണിലേക്ക് സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ വണ്ടിയുടെ കറണ്ടിലുള്ള മൈലേജ് ആൻഡ് ഓൾസോ എത്ര റേഞ്ച് പെട്രോളിലുണ്ട്, പിന്നെ അതിൽ ഇനി എത്ര കിലോമീറ്റർ ഓടും, ലൈക്ക് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ലൈവ് കിലോമീറ്റർ നമ്മൾ ഓടിക്കുന്നതനുസരിച്ച് കിലോമീറ്റർ കാണിക്കും. പിന്നെ മുകളിൽ അതിൽ ടൈം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ ഇതും കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ ക്യാബിൻ്റെ. പിന്നെ ഓൾസോ ഇപ്പുറത്തൊരു സ്വിച്ച് ഉണ്ട്, ബട്ടൺസ് ഉണ്ട്. സോ ആ ബട്ടൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ട്രിപ്പ് B ഇതാണ് മീറ്ററിൻ്റെ ഇത് വരുന്നത്. ഇത് RPM മീറ്ററാണ്. ഇത് നമുക്ക് സ്പീഡോമീറ്ററാണ്. പിന്നെ പറയണത് വണ്ടിയുടെ മറ്റേ സ്ക്രീനാണ്. നമ്മളെല്ലാവരും സ്ക്രീനിലേക്കാണല്ലോ വണ്ടിയുടെ നോക്കേണ്ടത്. ഇതിൽ സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പഴയ മോഡൽ സ്വിഫ്റ്റ് വാഗനർ ബലേൻ എക്സ്പ്രസ് ഇതിലുള്ള പോലത്തെ സെയിം ഡിസ്പ്ലേ സൈസ് തന്നെയാണ് ഇതിൽ വരുന്നത്. ആ സെയിം ഡിസ്പ്ലേ തന്നെ അവരൊന്ന് പുതുക്കി വേറൊരു രീതിക്ക് കുറച്ചും കൂടിയും സ്മൂത്ത്നെസ് ആക്കിയിട്ട്. കാരണം ഇത് റിഫ്രഷ്മെൻറ്റ് റേറ്റ് കുറച്ച് കൂട്ടിയ പോലെ എനിക്ക് തോന്നിച്ചത്. കാരണം പ്രീവിയസിൽ നോക്കുകയാണെങ്കിൽ ഈ റിഫ്രഷ്മെൻറ്റ് റേറ്റ് വളരെ ശോകമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഹാങ്ങായി പോകുന്ന പരിപാടി. അപ്പോൾ അതിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ കൺട്രോളിങ് ആൻഡ്രോയിഡ് ആട്ടോ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഇതിൽ ആൻഡ്രോയിഡ് ആട്ടോ ഒക്കെ എല്ലാ ഡീറ്റെയിൽസും വരുന്നുണ്ട്. കോമൺലി ഭയങ്കര അഡ്വാൻസ് അല്ല. യൂട്യൂബ് വീഡിയോസ് കാണണം അങ്ങനെയല്ല. ലൈക്ക് കോമൺലി ഒരു കാറിന് വേണ്ട ബേസിക് സെറ്റപ്സുള്ള എല്ലാ സാധനം വന്നിട്ടുണ്ട്. എനിക്കിത് ഇഷ്ടപ്പെടാൻ കാരണം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് മുന്നത്തെ കാര്യത്തെക്കാളും കൂടുതൽ കുറച്ചും കൂടി സ്മൂത്ത് മീൻസ് കുറച്ചും കൂടിയും സ്പീഡുണ്ട്. കാരണം നമ്മളൊരു പഴയൊരു 2021-22 മോഡലൊരു സ്വിഫ്റ്റും എക്സ്പ്രസ്സൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. ആ സംഭവത്തിലൊക്കെ ഇത് ഭയങ്കര ഇച്ചിരി ശോകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലാഗാണ്. ഇതിൽ അങ്ങനെയല്ല. ഇതിൽ നമുക്ക് കാണിക്കും. പിന്നെ ഇതിൽ ഓൾറെഡി നമ്മുടെ ആവറേജ് റേഞ്ചും ആവറേജ് കിലോമീറ്ററും പിന്നെ ടൈമും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പാർട്ടിൽ വരികയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇതൊരു VXi വണ്ടിയാണ്. സോ ഇത് വരുന്നത് ACയുടെ ഫാനിൻ്റെ ഇൻക്രിമെൻ്റാണ്. ഇപ്പോൾ ഫാൻ ഇൻക്രിമെൻറ്റ് വരുന്നു. ഓൾറെഡി ഫാനിൻ്റെ സ്പീഡ് കൂട്ടലും ഇത് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ഇത് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടും. ഇത് കൂട്ടിട്ടടിക്കാൻ ടെമ്പറേച്ചർ കുറച്ച് ഹോട്ട്നെസ് ആയിരിക്കും വരിക. ഇതിൽ വരുന്നത് ഇത് നോർമൽ എല്ലാ കാരണം പോലെ തന്നെ ഇതിൻ്റെ സ്വിച്ചുകൾ വരുന്നത് ഫുള്ളും ഈ താഴെ ഈ സൈഡിലായിട്ടാണ്. ലൈക്ക് ഇപ്പോൾ AC ഓഫ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് സ്വിച്ചുകളൊക്കെ ഭയങ്കര രസമാട്ടോ. നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട്. കാരണം ഈ ഒരു പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് സ്റ്റഫിലാണ് ഈ വണ്ടി വരുന്നത്. പിന്നെ ഡാഷ്ബോർഡും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഒരു
നല്ലൊരു പ്രീമിയം ഫീലാണ് വന്നേക്കുന്നത്. കാരണം ഈ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓൾസോ ഇവിടെ എയർ ബാഗ് ഉണ്ട്, ഇവിടെയും എയർ ബാഗ് ഉണ്ട്, 2 സ്ഥലത്ത് എയർ ബാഗാണുള്ളത്. ഇതിൻ്റെ ഇത് AC വിൻഡിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ് പോലെ തന്നെ ഉള്ള ഒരു ഇതാണ്. വലിയ മാറ്റങ്ങളായിട്ട് എനിക്ക് തോന്നിച്ചിട്ടൊന്നുമില്ല. ഡിസൈൻസിൽ എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഓൾറെഡി ഡിസൈൻ കാണാൻ നല്ലൊരു ഷേപ്പുള്ള ഡിസൈനാണ് വന്നേക്കുന്നത്. പിന്നെ പറയേണ്ട ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് കാറിൻ്റെ ഡിക്കിയും പെട്രോളിലും ഫ്യൂൽ കേജിൻ്റെ സാധനം ഓപ്പൺ ആക്കുന്നത് ഇവിടെയാണ്. പക്ഷേ സ്വിഫ്റ്റിൻ്റെ വരുന്നത് ഇവിടെയാണ്, ഈ ഒരു പോർഷനിലേക്കാണ് വരുന്നത്. ഇത് വലിച്ചു കഴിഞ്ഞാൽ ഫ്യൂൽ കേജ് ഓപ്പൺ ആവും, ഇത് വലിച്ച ഡിക്കിയാണ് ഓപ്പൺ ആവുക. അപ്പോൾ ഇത് ഇവിടേക്ക് നിന്ന് മാത്രം ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് രസമുണ്ട്. ഞാൻ ഫസ്റ്റ് ഇവിടെയാണ് തപ്പി നോക്കിയത് പെട്ടെന്ന് മൈൻഡിൽ. സോ ഇവിടെയാണ് നമ്മുടെ ഇത് വരുന്നത് കേട്ടോ. ബട്ടൺസിൻ്റെ കാര്യമാണെങ്കിൽ ഇത് നമുക്ക് മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും ലെഫ്റ്റും റൈറ്റും വരുന്നു. ഓൾറെഡി ഫോൾഡാണ് വരുന്നത് മിററിൻ്റെ. നമ്മുടെ ഡോർ ലോക്ക് സിസ്റ്റം, പിന്നെ നമ്മുടെ ഉള്ള പവർ വിൻഡോൻ്റെ സിസ്റ്റംസാണ്, ബേസിക് സിസ്റ്റംസാണ് വരുന്നത്. എല്ലാ കാറിലുള്ള പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ സ്പേസ് നമുക്ക് വരുന്നുണ്ട്. അത് ഓൾറെഡി സ്വിഫ്റ്റിലുള്ള പോലെ തന്നെയാണ്. ഓൾസോ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ USB ചാർജിങ് സ്പോട്ടാണ് വരുന്നത്. USB ആൻഡ് ഓൾസോ ഇവിടെ വരുന്നത് നമ്മുടെ പവർ ചാർജിങ്ങിൻ്റെ തന്നെ സ്ലോട്ട് പോർഷൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കിലോട്ട് വരാണെങ്കിൽ ബാക്കിലും ഓൾസോ 4 ഡോർ പവർ വിൻഡോ തന്നെയാണ് സ്വിഫ്റ്റിൽ വരുന്നത്. സ്വിഫ്റ്റിൽ ബേസിൽ വില വരുന്നത് തോന്നുന്നു 4 ഡോർ പവർ വിൻഡോ ആണ് ബേസിൽ വരുന്നത്. സോ ഇതിൻ്റെ ക്യാബിൻ്റെ സ്പേസ് വരെയാണെങ്കിൽ അത്യാവശ്യം ഒരാൾക്ക് ഇരിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം ഭയങ്കര ഒരു നോർമൽ ആൾക്ക് ഇരിക്കാനുള്ള സംഭവങ്ങളും ഡീറ്റെയിൽസും കാല് അധികം ഇടിക്കാത്ത രീതിക്കുള്ള ഡീറ്റെയിൽസാണ് വന്നേക്കുന്നത്. ഇൻറ്റീരിയറിൽ സീറ്റ് ഫസ്റ്റ് നമുക്ക് ഇത് കൊടുക്കുന്നത് നമ്മുടെ ഈ നോർമൽ ഇങ്ങനത്തെ ടൈപ്പ് സീറ്റാണ്. സോ എനിക്കിത് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം ഇത് നമ്മൾ ഓൾറെഡി VX ആണല്ലോ. സോ VX ആണല്ലോ. സോ നമ്മൾ ഇതിൻ്റെ കവർ നമ്മളെന്തായാലും മാറ്റേണ്ടി വരും. കാരണം ഇത് മാത്രമാണ് ഈ കാറിലേക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യങ്ങളായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നിച്ചത്. സോ ഗൈസ്, ഇത് വളരെ ക്വിക്കായിട്ടുള്ളൊരു ഇൻറ്റീരിയർ റിവ്യൂ ആണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വരുന്നവരെയും